നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം നിങ്ങളുടെ ഹയർ സ്റ്റഡീസ് ഉണ്ടെങ്കിൽ ഞാനൊരു 10 മിനിറ്റ് ഇത് നിർത്തും. അത് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് പോകാം കേട്ടോ. ടി ഡി എടുത്തോ. ടി ഡി എന്ന് പറയുമ്പോൾ 40-27. 40-27 എന്താ പറയുക? 40-27 സ്കൂൾ കോഡാണ്. 40-27 സ്കൂൾ കോഡാണ്. എല്ലാ സ്കൂളുകളിലും കോഡ്, എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും കോഡ്. ഞങ്ങളുടെ 40-47 സെയിന്റ് ഫ്രാൻസിസ് അസീസി ഹയർ സെക്കൻഡറി സ്കൂളാണ്. ടി ഡി ആണ് നിങ്ങൾക്ക് അടുത്തെങ്കിൽ ടി ഡിയിൽ നമുക്ക് ഏതൊക്കെ അപ്ലൈ ചെയ്യാം? 01. ആദ്യം പറഞ്ഞ 4 നമ്പർ എന്താണെന്ന് ഞാൻ പറഞ്ഞ സ്കൂൾ കോഡാണ് കേട്ടോ. എത്രയാണ്? 40-25. സോറി 40-27 ടി ഡി കുറവ്. ഏതൊക്കെ കോഴ്സ് ഉള്ളത്? 01 എന്താ? 01 എന്താ? സയൻസ്. സയൻസ് എന്ന് പറയുമ്പോൾ ബയോളജി സയൻസ് കേട്ടോ. 01 ബയോളജി സയൻസ്. 05 കമ്പ്യൂട്ടർ സയൻസ്. 30 ഞാൻ 01 05 എന്നൊക്കെ പറയുന്നത് 2 ഡിജിറ്റ് ആണ്. അതുകൊണ്ടാണ് 30 വരൊക്കെ എന്താ പറയുന്നത്? 30. 30. അടുത്ത 36. പിന്നീട് വരുന്ന 39. 30 ഹ്യൂമാനിറ്റീസ് ആണ്. 36 39 കൊമേഴ്സ് ആണ്. ഓക്കെ. 39 36 കൊമേഴ്സ് ആണ്. 36 അല്ലല്ലോ. 36 ഏറ്റവും സൂപ്പർ കോമ്പറേഷൻ. ഏറ്റവും സൂപ്പർ ഞങ്ങളതാണ് 39 കേട്ടോ. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനോട് കൂടിയതാ. അതിൽ കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു ഇല്ലല്ലോ. ഇല്ല. കമ്പ്യൂട്ടർ ഉണ്ടെന്നുള്ള ഗുണമെന്ന് പറഞ്ഞാൽ BCAക്ക് പോകാം, MCAക്ക് പോകാം, IT ഫീൽഡിലേക്ക് പോകാം. മാത്തമാറ്റിക്സ് ഉണ്ടെന്നുള്ള ഗുണമെന്ന് പറഞ്ഞാൽ എല്ലാ UPSC ടെസ്റ്റുകൾക്കും നിങ്ങൾ സൂപ്പറായി. കാരണം മാത്തമാറ്റിക്സ്. അപ്പോൾ UPSC ആയിരുന്നെങ്കിൽ +2 കഴിഞ്ഞിട്ട് നിങ്ങൾ BComൽ പോകണം. ഓക്കെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള 3 ടൈപ്പ് ഉണ്ട്. അതിൽ ഇഷ്ടമുള്ള BCom എടുത്തു കഴിഞ്ഞാൽ മാത്തമാറ്റിക്സ് വെച്ചുകൊണ്ട് എന്തെഴുതാം? ബാങ്ക് ടെസ്റ്റ് എഴുതാം, UPSC പരീക്ഷകൾ എഴുതാം, ഈവൻ സിവിൽ സർവീസ്, ഇന്ത്യൻ എക്കണോമിക് സർവീസ് വരെ എഴുതാം. BSc എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ ഉണ്ട്. BSc എക്കണോമിക്സ് അത് ഈ മാത്തമാറ്റിക്സ് ആർക്ക് മാത്രം പഠിക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജ് ഉള്ള ഒരു കോമ്പിനേഷൻ ആണ് മാത്തമാറ്റിക്സ് കോമ്പിനേഷൻ കേട്ടോ. ഓക്കെ. തിരിച്ചു വരാം. ക്ലിയർ ആയോ? ടീച്ചറുടെ കാര്യം ക്ലിയർ ആയോ? ഓക്കെ. ഇനി അടുത്ത ഏതാണ് നിങ്ങൾ അടുത്തുള്ളത്? അടുത്തെങ്കിലും വരുമോ? വരില്ലേ? ചവിട്ട് ഞങ്ങളുടെ വെള്ളത്തുള്ളിൽ ഇങ്ങനെ പഠിക്കുന്നത് എടുത്തിട്ട് വരും. ഞാനാണ് അവിടെ അഡ്മിറ്റ് ചെയ്യണം. ഇനി ആരും വന്നു പോലും കളിക്കുള്ളൂ. ഒരാളും കൂടെ അഡ്മിറ്റ് ചെയ്യും. 1 2 3 4 കോമ്പിനേഷനുകൾ ഏതൊക്കെയാ? ബയോളജി സയൻസ് എടുക്കോ. 40 47 40 47 സെന്റ് ഫ്രാൻസിസ് അസീസി ഹയർ സെക്കൻഡറി സ്കൂൾ എന്നാണ് നിങ്ങൾ അത്രയും അബ്ദുൽ SFAHSS അബ്ദുൽ 40-42 എഴുതിയോ? എഴുതി പഠിച്ചു വയ്ക്കണം കേട്ടോ. ഇതൊക്കെ കയ്യിലിരിക്കുന്നതിന് ബോധം ഉണ്ടാവും അത് പഠിക്കാൻ. 40-47 അവിടെ എന്തൊക്കെയാ ഉള്ളത്? 01 ബയോളജി സയൻസ്. 01 ബയോളജി സയൻസ്. 05 കമ്പ്യൂട്ടർ സയൻസ്. 11 ഹ്യൂമാനിറ്റീസ്. 39 കൊമേഴ്സ്. ഞങ്ങളെ കൊമേഴ്സിന്റെ പ്രത്യേക കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉണ്ട്. അതുകൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്തുവാ? കമ്പ്യൂട്ടർ റിലേറ്റഡ് ഹയർ സ്റ്റഡീസിന് ഞാൻ ഗുണം ചെയ്യും. BCA വഴി MCA വഴി IT ഫീൽഡിലേക്ക് പോകാം. അതാണ് അതിന്റെ അഡ്വാൻറ്റേജ്. മറ്റ് സാധാ കൊമേഴ്സ് എല്ലാ സബ്ജക്റ്റുകളും എടുക്കാം. അവർക്ക് BSc എക്കണോമിക്സ് പഠിക്കാൻ പറ്റില്ല. അതാണ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കൈ മുഖേ ചോദിക്കാം കേട്ടോ. ഓക്കെ. ഇനി അടുത്ത സ്കൂൾ ഏതാ? ചേർത്തല ടൗണിലെ സ്കൂളുകൾ വേണ്ടേ? എഴുതിക്കോ. ഹോളി ഫാമിലി കാട്ടൂർ ഹോളി ഫാമിലി എഴുതാം. ഹോളി ഫാമിലി HSS കൂട്ടം ചേർത്തല. ഹോളി ഫാമിലി HSS ചേർത്തല. ഹോളി ഫാമിലി HSS ചേർത്തല. ഹോളി ഫാമിലി സ്കൂൾ ഓക്കെ. ഞാൻ ഹോളി ഫാമിലി സ്കൂൾ 01 05 39 01 05 39. പിന്നെ ഹോളി ഫാമിലി കാട്ടൂർ. ഹോളി ഫാമിലിയും സെന്റ് ഫ്രാൻസിസ് അസീസി ഹയർ സെക്കൻഡറി സ്കൂളും ലിയോ കാൻഡീൻ നമ്മുടെ മാനേജ്മെന്റ് സ്കൂളുകളാണ്.
അവിടെ നമുക്ക് കമ്മ്യൂണിറ്റി അപ്ലൈ ചെയ്യാം, നമുക്ക് മാനേജ്മെന്റ് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഏതിലായാലും പിന്നെ മാനേജ്മെന്റ് നമുക്ക് ഏത് സ്കൂളിൽ അപ്ലൈ ചെയ്യാം. പക്ഷെ അവർ പറയുന്ന പൈസ കൊടുക്കും. മാനേജ്മെന്റിന്റെ പ്രത്യേകത അവരാണ് തീരുമാനിക്കുന്നത്. ഓക്കെ, കമ്മ്യൂണിറ്റിയോ, കമ്മ്യൂണിറ്റി അതാത് കമ്മ്യൂണിറ്റിയുള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ചെയ്യേണ്ട ഒരു കാര്യം അതാത് സ്കൂളിൽ ചെല്ലുക, മാനേജ്മെന്റിന്റെ കമ്മ്യൂണിറ്റിയുടെ ഫോം മേടിക്കുക, പൂരിപ്പിക്കുക, അവിടെ കൊടുക്കുക. അത് ഏകജാലമായിട്ട് ഒരു ബന്ധമില്ല. നാളെ മുതൽ നിങ്ങൾ ഹയർ സെക്കൻഡറി സ്കൂളിൽ എന്ത് ചെയ്യുന്നുണ്ട്, മാനേജ്മെന്റിനെ കമ്മ്യൂണിറ്റിയുടെ ഫോം കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇവിടുന്നാണെങ്കിൽ നിങ്ങൾ മാർക്ക് ലിസ്റ്റിന്റെ കോപ്പിയായിട്ട് വരികയാണെങ്കിൽ അവിടെ നിന്ന് തന്നെ പൂരിപ്പിച്ച് കൊടുത്തു പോരാ. ഫോമിന് 100, 50, 150 രൂപ. ഓക്കെ, ഇതേ രീതിയിലാണ് മാനേജ്മെന്റിന് അഡ്മിഷൻ കമ്മ്യൂണിറ്റി അഡ്മിഷൻ പോകുന്നത്. ഏകജാലകം ആലപ്പുഴ ജില്ലയിൽ ഏത് സ്കൂളിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ മതി. അത് ഞങ്ങൾ അക്ഷയ സെന്ററിൽ ചെല്ലുക. അക്ഷയ സെന്ററിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഈ പറഞ്ഞ സാധനമുണ്ടല്ലോ, ഈ കുറിപ്പ് കയ്യിലുണ്ടാകണം. അതായത് ഉദാഹരണത്തിന് നിങ്ങൾ വയ്ക്കുന്നത് ചങ്ങനാശ്ശേരിയിലുള്ള അല്ലെങ്കിൽ ഇവിടെ കായംകുളത്തുള്ള ഒരു സ്കൂളാണെന്ന് കരുതുക. പോയി പഠിക്കാൻ പറ്റുമോ? മറ്റോ അല്ല, നിങ്ങൾക്ക് വെക്കാമോ? വെക്കാം. മാവേലിക്കര സ്കൂൾ വെക്കാമല്ലോ, ചങ്ങനൂർ സ്കൂൾ വെക്കാമല്ലോ, വെക്കാം. കാര്യം എന്താ, ഇതെല്ലാം ആലപ്പുഴ ജില്ലയില്ല. വെച്ചാൽ അലോട്ട്മെന്റ് കിട്ടുമോ? കിട്ടും. പക്ഷെ എന്താ കുഴപ്പം? എന്താ കുഴപ്പം? അവിടെ നിന്ന് പോയി പഠിക്കാൻ പറ്റില്ല. അലോട്ട്മെന്റ് കിട്ടുകയും ചെയ്ത് പോയി പഠിക്കാൻ പറ്റാതെ. അതുകൊണ്ട് എന്ത് ചെയ്യണം? അങ്ങനെ ഒരു ട്രാജഡി വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം മോളെ? കൂട്ടം പറ. എഴുന്നേണ്ടേ, കേട്ടില്ല? അടുത്തുള്ള സ്കൂളുകൾ, ആ സ്കൂളുകൾ നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. മനസ്സിലായോ? ഓക്കെ. അപ്പൊ സ്കൂൾ അടുത്തുള്ളത് കിടന്ന് അറിഞ്ഞിരിക്കണം. ഇവിടെ ഒത്തിരി സ്കൂളുകൾ നമ്മുടെ അടുത്തുണ്ട്. ഞാനിപ്പോ അടുത്ത പറഞ്ഞു, പിന്നെ ടി.ഡി. തുറവൂരും പറഞ്ഞു, ചേർത്തല മുട്ടം മോളിക്കാവ് മുട്ടമ്പള്ളിയോട് ചേർത്തല. പിന്നെ ചേർത്തല ഗേൾസ് ഉണ്ട്, ഗവൺമെന്റ് ഗേൾസ് ചേർത്തല. അത് പെൺകുട്ടികൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഗവൺമെന്റ് ഗേൾസ് ചേർത്തല, ഗവൺമെന്റ് ഗേൾസ് ചേർത്തല 4089. 4089 കുട്ടിയോടെ കിട്ടിയാണല്ലേ? 4089 ഗവൺമെന്റ് ഗേൾസ് ചേർത്തല. സോറി, ഗവൺമെന്റ് ഗേൾസ് 4022 കേട്ടോ. 4022 ഗവൺമെന്റ് ഗേൾസ് ചേർത്തല 4022. അങ്ങനെ സംസാരിക്കരുത്. ഇനി ഗേൾസ് പഠിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ഗവൺമെന്റ് ഗേൾസിൽ പോയി പഠിക്കാൻ താല്പര്യമുള്ള താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് തിരിച്ചട്ടെ. നമ്മളിപ്പോ ഏകജാലകം അപ്ലൈ ചെയ്യുമ്പോൾ മിനിമം നമുക്കൊരു 10 സ്കൂളുകളെങ്കിലും വയ്ക്കാം. മിനിമം 1 വെച്ചാലും കുഴപ്പമൊന്നുമില്ല. എങ്കിലും നമുക്ക് പോയി പഠിക്കാവുന്ന സ്കൂളുകൾ വയ്ക്കാം. ആ കുട്ടികളെ ചേർത്താൽ പെൺകുട്ടികൾക്ക് ചേർത്താൽ ഗേൾസ് വയ്ക്കാം. അതുപോലെ ഗേൾസിന്റെ ഡീറ്റെയിൽസ് എഴുതോ. അവിടെ എന്തൊക്കെയാ ഉള്ളത്? 01 ബയോളജി സയൻസും അതുപോലെ തന്നെ 11 ഹ്യൂമാനിറ്റീസും മാത്രമേ ഗേൾസിലുള്ളൂ. ഇപ്പൊ നമ്മളിപ്പോ എത്ര ഏതൊക്കെ എഴുതി? പിന്നെ അടുത്ത കാട്ടൂർ ഹോളി ഫാമിലി. കാട്ടൂർ ഹോളി ഫാമിലി എഴുതിയായിരുന്നോ? ഇല്ല, എഴുതിയോ? ഹോളി ഫാമിലി കാട്ടൂർ, അവിടുത്തെ ഹോളി ഫാമിലി കാട്ടൂർ. 01, 11 അവിടെ സയൻസ് ഹ്യൂമാനിറ്റീസ് മാത്രമേ ഉള്ളൂ. അവിടെ ആൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് അപ്ലൈ ചെയ്യാം. കാട്ടൂർ ഹോളി ഫാമിലി ആൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ചേർത്ത് ഗവൺമെന്റ് ബോയ്സ് ഉണ്ട്. ഗവൺമെന്റ് ബോയ്സ് സ്കൂളെന്ന് പറയുന്നെങ്കിലും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അവിടെ അപ്ലൈ ചെയ്യാം. അതൊന്ന് എഴുതിക്കും. ഗവൺമെന്റ് ബോയ്സ് സ്കൂൾ ചേർത്തല, ഗവൺമെന്റ് ബോയ്സ് സ്കൂൾ ചേർത്തല. അവിടെ 01 എന്താ? ബയോസയൻസ്. 05 എന്താ? പെൺകുട്ടികളാണ് പറയുന്നത്. അതുകൊണ്ടാണ് 05 കോമ്പിനേഷൻ. കമ്പ്യൂട്ടർ സയൻസ്. ഏതാണ്? കമ്പ്യൂട്ടർ സയൻസ്. പിന്നെ ഏതാ ഉള്ളത്? 38. സ്കൂളാണെന്ന് പറയുന്നത് ഗവൺമെന്റ് ഗേൾസ്, ഗവൺമെന്റ് ബോയ്സ് ചേർത്തല. ഗവൺമെന്റ് ബോയ്സ് എന്ന് പറഞ്ഞാൽ ബോയ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, എന്തുകൊണ്ടാണ് ബോയ്സ് എന്ന് പറയുന്നത്? അവിടെ ഹൈസ്കൂൾ ബോയ്സ് ഉണ്ടാവും. അതുകൊണ്ടാണ് ബോയ്സ് എന്ന് പറയുന്നത്. ഹയർ സെക്കൻഡറിയിലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപ്ലൈ ചെയ്യാം. ഇനി കണ്ണമംഗലം സ്കൂളിൽ പോയി വരാം.
സെൻട്രൽ സ്കൂളുണ്ട്. അരിപ്പറമ്പ് ചേർത്തല സൗത്ത് അരിപ്പറമ്പ്, അത് എനിക്ക് പോയി വരാൻ പറ്റില്ല. പട്ടണക്കാട് സ്കൂളിൽ പോകാം, ഗവൺമെന്റ് സ്കൂളുണ്ടല്ലോ, പട്ടണക്കാട് പറ്റുമോ? പറ്റില്ല. പിന്നെ എനിക്ക് പോകാവുന്ന സ്കൂളായാലും എന്നിട്ട് ആ സ്കൂളുകൾ മാത്രം വെക്കുക. ഇപ്പോൾ നമ്മുടെ കോമ്പിനേഷൻ നമ്മൾ പഠിച്ചു ഏതൊക്കെയാ? 0 പറഞ്ഞാൽ 0, 5, 11, 39, 38 കൊമേഴ്സ്. ഈ കൊമേഴ്സിന്റെ പ്രത്യേകത മൊത്തം 4 കോമ്പിനേഷനുള്ളൂ. 36, 37, 36, 37, 38, 39. മനസ്സിലായി? അതിൽ ഒരെണ്ണത്തിന് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ്. 39 ഞങ്ങളുടെ സ്കൂളിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ്. പിന്നെ 36 മാത്തമാറ്റിക്സ്. 36